ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായുള്ളൂ കേട്ടോ. ജോലിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. പിന്നെ ഏലിക്കുട്ടിയമ്മ കുർലാസിറ്റി വീട്ടിൽ വരെ പോകണം. അവിടെ കുറച്ച് പണിയുണ്ട് പറമ്പിൽ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ സാമ്പാറും ചോറും പിന്നെ മാങ്ങാ ചമ്മന്തിയാണ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുക്കണം. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്ന് സാരി എടുത്തുകൊണ്ട് വരാമെന്ന് കേട്ടോ. പിന്നെ നല്ല മഴയുടെ ചാൻസൊക്കെ ഉണ്ട് ഇന്ന്. പിന്നെ രാവിലെ മഴയില്ല, മഴ പെയ്യാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെല്ലപ്പോഴും അല്ലേ സാരിയൊക്കെ ഉടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അപ്പോൾ നമുക്ക് വിനിയോഗിക്കണമല്ലോ. അങ്ങനെ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അവിടുത്തെ കോട്ടാത്തലയിലെ അച്ചാച്ചൻ വയ്യാണ്ട് കിടക്കുവാണ്. അപ്പോൾ അച്ചാച്ചനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും ലീവ് ചോദിക്കണം. ഞാൻ കയറിയതേ അല്ലേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ലീവ് എടുത്തായിരുന്നു. കാരണം കുറച്ച് വയറുവേദനയും നടുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് എനിക്ക് ഒട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഒന്ന് ഒറ്റ തട്ട് കെട്ടിയിട്ട് പോയിട്ടോ, ഫോണിൻ്റെ കൈക്കിട്ട് പിടിച്ചു അത്. അപ്പോൾ ഓക്കെ. അപ്പോൾ പോകാൻ പറ്റിയില്ലാത്തതുകൊണ്ട് അന്ന് ഞാൻ ലീവ് എടുത്തു. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്ന് ലീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ചോദിക്കണം ചെന്നിട്ട്. എന്തായാലും കാണാൻ പോകണമല്ലോ. കാണാൻ പോയി ഒത്തിരി ദിവസം നിൽക്കാൻ പറ്റിയില്ല. ലിജിമോളെയും കാണാൻ കൊതിയാവുന്നുണ്ട്. എല്ലാവരും ചോദിച്ചു എന്താണ് ലിജിമോളുടെ അടുത്ത് പോകാത്തതെന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കാരണം. അമ്മച്ചിക്ക് തന്നെ പോകാൻ പറ്റില്ല, എനിക്ക് നേരത്തെ തന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ഓക്കെ വരുന്നുണ്ട്. ഭയങ്കര തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് തണുപ്പടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രം ചെസ്റ്റ് പെയിനും അതും ഇതും ഒക്കെയാണ് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊക്കെ ഞാൻ മാറി വരുന്നുണ്ട്. ദൈവം സഹായിച്ച് എന്താ പറയുക, അത്രയധികം ദൈവത്തോട് നന്ദി പറയുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ട് അതിൽ കൂടുതൽ. അപ്പോൾ എന്തായാലും പോകാനാണ് പ്ലാന്. ഞാൻ ഇനിയിപ്പോൾ കുളിയൊക്കെ വേണം. സമയം ഒത്തിരിയായി, കുളിക്കട്ടെ പോയി. എന്നിട്ട് ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഏലിക്കുട്ടിയമ്മ അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചോറെടുത്ത് തരാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. അമ്മയെ ഞാൻ എടുത്തോളാമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പാത്രവും കൊണ്ടുപോയി ചോറെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ കൊണ്ട് എടുപ്പിക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, അമ്മമാരാകുമ്പം ഈ ചോറെന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ തള്ളി ആ പാത്രത്തിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ചോറിട്ട് തരും. അപ്പോൾ നമുക്ക് എന്തായാലും വയറങ്ങ് പൊട്ടുന്ന രീതിയിൽ ഫുഡ് കഴിക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കുള്ളത് ഞാൻ തന്നെ എടുത്തോളാമെന്ന് പറഞ്ഞ് 2 തവി ചോറിട്ടിട്ടുണ്ട്. എനിക്കത് മതി കേട്ടോ. എനിക്ക് വെള്ളരിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മോരും മീൻ വറുത്തത്, അത് ഉണക്കമീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കുക. എന്താ ടേസ്റ്റ് എന്നറിയാമോ? നല്ല ചൂട് പൊങ്ങുന്ന ചോറായിരിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ഇതുപോലത്തെ ചമ്മന്തി, നല്ല മാങ്ങ വെച്ചരച്ചിട്ടുള്ള നല്ല 3-4 മുളകും വെളുത്തുള്ളി പോട്ടെ ഉള്ളി എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ അരച്ചെടുത്ത, പിന്നെ ഉപ്പിടാൻ മറന്നിട്ടില്ല കേട്ടോ, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയുള്ളൊരു ചമ്മന്തിയാണ്. ആ ചമ്മന്തി ഞാൻ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയിൻ സാധനം വെള്ളമാണ്. വെള്ളം എന്ന് പറയുമ്പം എൻ്റെ വികാരമാണ് നല്ല ചൂടുവെള്ളം. സാധാരണ നല്ല ചൂടുവെള്ളം അങ്ങനെ കുടിച്ചുകൂടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളം ചൂടുവെള്ളമാണ് എപ്പോഴും കുടിക്കാൻ നല്ലത്. പിന്നെ നമുക്ക് എന്തെങ്കിലും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് ചൂടുവെള്ളം. പിന്നെ ഞാനെടുത്ത് സാമ്പാറാണ്. സാമ്പാറിൻ്റെ അകത്ത് ചാറൊന്നും ഇല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ചാറൊക്കെ എൻ്റെ ബാഗിൽ കൂടെയൊക്കെ ആകും ചാറെടുത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്തു. ഇനി അങ്ങ് അങ്കത്തട്ടിലേക്കുള്ള പുറപ്പാടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് പോകേണ്ടത് 8:45, അമ്മയ്ക്ക് പോകേണ്ടത് 8:30. അപ്പോൾ ഞാൻ സാരി കൊടുത്ത് അമ്മ എന്നെ ഉടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് സമയം 8:30 അമ്മ ഓടിപ്പിടിച്ച് പോയി. ഞാനത് കഴിഞ്ഞിട്ട് ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8:35 ആയപ്പോഴത്തേക്കും ഞാൻ റെഡിയായി കേട്ടോ. അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ നോക്കും നമ്മുടെ വാതിൽ പൂട്ടാനുള്ള താക്കോൽ നോക്കി 8:43 എന്നിട്ടും കിട്ടിയില്ല. എവിടെയാണ്? അമ്മയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഞാൻ വാതിൽ ചുമ്മാ ജസ്റ്റ് കുളിത്തിട്ടിട്ട് ഇറങ്ങി ഓടി. എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, ചെന്നതേ ബസ് തന്നെ കിട്ടി. സന്തോഷമായി. ഞാനങ്ങനെ വണ്ടി കയറി നിന്ന് കിതച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇറങ്ങിയതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയ സങ്കടമൊക്കെ എനിക്കുണ്ടായിരുന്നു. സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നതാണ്. ഇന്ന് സാരിയൊക്കെ ഉടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ ഞാൻ ഇറങ്ങിയില്ല. പിന്നെ പുറത്തത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടാറ് രസമാണ് കേട്ടോ. രാവിലെ ഞാനിതിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, മഞ്ഞൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന, മഴയൊക്കെ പെയ്യണമെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ പേരെന്ന് അറിയില്ല, പക്ഷേ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ അമ്പലം ഇരിക്കുന്ന സ്ഥലം കാണാനായിട്ട് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയൊരു ഫീല് തോന്നാറുണ്ട് ഈ കുറച്ച് പ്രദേശം കാണുമ്പോൾ. കൂടുതലും തമിഴ്ക്കാരാണ് ആ ഏരിയയിലുള്ളത് കേട്ടോ.
പിന്നെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടൊന്നും പോകുമ്പോൾ വൊമിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അടിമാലിക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ, അതുപോലെ വൊമിറ്റൊക്കെ ചെയ്ത് ആകെ സീനായേനെ. അങ്ങനെ ഞാൻ ഓഫീസിൽ വന്നിട്ട് ഇതാണ് നമ്മൾ അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കൊടുത്തില്ലേ അതേ സാരി തന്നെ, നമ്മുടെ ലിതിമോളുടെ, അതെടുത്തുകൊണ്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും സാരിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. 5 മണിക്ക് നമുക്ക് ഓഫീസ് കഴിയും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തെണ്ടാൻ ഇറങ്ങി വെക്കും കേട്ടോ. ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. മഴയില്ല, വെറുതെ കുട. മഴയൊന്നുമില്ല, മഴ ചാറുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നേരെ പോവാം. അങ്ങനെ ഞാനും സന്ധ്യമോളും കൂടെ കൂടിയിട്ട് ഇതേ ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് കടയിൽ കയറി. അപ്പോൾ ചായ മാത്രമല്ല കൂട്ടത്തിൽ ഒരു പഴംപൊരിയും കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ സന്ധ്യനെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ലിതിമോൾ ഓർമ്മ വരും. വേറെ ഒന്നുമല്ല, അവർക്ക് ഏകദേശമൊക്കെ ഒരുപോലത്തെ ക്യാരക്ടറാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച ശേഷം തിരിച്ച് വണ്ടിയിൽ കയറി. നമ്മളെന്നും പോരുന്ന വണ്ടിയിൽ തന്നെയാണ് കയറിയത്. പിന്നെ സന്ധ്യ വേറെ ബസ്സിനാണ് കയറിയത്. സന്ധ്യയുടെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത്. സന്ധ്യയുടെ മാരേജ് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോഴത്തേ ഏകദേശം 7 മണിയൊക്കെ കഴിയും. കുറച്ച് ഇരുട്ടിയൊക്കെ തുടങ്ങും, കുറച്ചധികം ഇരുട്ടി തുടങ്ങും. അപ്പോൾ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊന്നും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കുറച്ച് സ്ഥലം ഇങ്ങനെ എത്തുമ്പോൾ, ഈ സ്ഥലപ്പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ പഠിച്ചു വരും. നമ്മളുടെ ഇങ്ങോട്ടൊന്നും നമ്മൾ അധികം വരാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറച്ച് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വരാറുള്ളൂ. പിന്നെ ഞാനിവിടെ കണ്ട ഒരു പ്രത്യേകത, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേ ഇവിടെ കാണുമ്പോൾ ഇടയ്ക്കൊരു കിണർ, ഇതേ കണ്ടോ, ആ കിണർ കേട്ടോ. ആ കിണറ്റിൽ എപ്പോഴും ഞാൻ നോക്കിയാൽ ഒരു ചേച്ചിമാരിങ്ങനെ വെള്ളം എടുക്കുന്നത്, പഴയകാല ഓർമ്മകൾ എനിക്ക് വരും കേട്ടോ ഈ ഭാവമൊക്കെ കണ്ടു കഴിയുമ്പോൾ. അപ്പം ഞാൻ വീട്ടിലെത്തുന്ന സമയം 7:15 കേട്ടോ. എന്നിട്ട് ചെന്നിട്ട് കുടിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും വിശപ്പൊക്കെ കിടും. എന്തായാലും നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ഏലിക്കുട്ടിയമ്മ ഓൾറെഡി വന്നിട്ടുണ്ടാവും. പക്ഷേ 5 മണിയാകുമ്പോഴത്തേക്കും വരും. അപ്പോൾ നമ്മളിതേ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ജോലിക്ക് പോയില്ല, വേറൊന്നുമല്ല, നമ്മുടെ ചാച്ചിയമ്മയ്ക്ക് ചെറിയ പനിയും ജലദോഷവും ഒക്കെയാണ്. അങ്ങനെ ചാച്ചിയമ്മേനെയും കൊണ്ട് ആശുപത്രി പോകാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഏലിക്കുട്ടിയമ്മ ദേവമാതാവിൽ പോയി ചാച്ചിയമ്മയ്ക്ക് മരുന്നൊക്കെ മേടിച്ചു കൊടുത്തതാണ്. അന്നേരം കുറഞ്ഞില്ലെങ്കിൽ കാർഡിയോനെ ഒന്ന് കാണിക്കും. കാരണം ECG എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെറിയ വേരിയേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാർഡിയോളജീനെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ വീണപ്പോൾ ചെസ്റ്റ് പെയിനൊക്കെ ഉണ്ടായില്ലേ, ആ സമയത്ത് ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാർഡിയോയുടെ ഡോക്ടറാണ്, കരോൾ എന്ന് പറഞ്ഞ സാറ്. അപ്പോൾ സാറിനെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു ആശയമ്മേനെ. ആ കഫക്കെട്ട് അങ്ങ് മാറുന്നില്ല കേട്ടോ. കുറേ ആയി ഇങ്ങനെ ഭയങ്കരമായിട്ട് കഫം നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത് പ്രായമായ ആളാണ്, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാണിച്ചതാണ്. പിന്നെ ചാച്ചിയമ്മയ്ക്ക് കുറേ മരുന്ന് കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ചാച്ചിയമ്മ ആശുപത്രി പോകാൻ പറഞ്ഞാലും കേൾക്കുകയില്ല കേട്ടോ. പിന്നെ നിർബന്ധിച്ചാണ് ആശുപത്രി കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്താണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ വേറൊന്നുമല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ എടുത്തിട്ട് ഈ വീഡിയോ എഡിറ്റിങ്ങിന് ഇടുമ്പോഴാണ് ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലയെന്ന് മനസ്സിലാവുന്നത്. അപ്പം തന്നെ ദൈവമേ ഞാൻ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് ഒന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിന് തന്നെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ 3 മണിക്ക് ശേഷമാണ് ഉള്ളത്. നമ്മുടെ ഏറ്റവും അവസാനത്തെ നമ്പറാണ് കേട്ടോ, 47. അപ്പോൾ എന്തായാലും 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 12 മണിയുടെ ബസ്സിനാണ് പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ വേഗം ഇറങ്ങി. എന്നിട്ട് എന്താ പറയുക, ചാച്ചിമാനെ വേഗം കൊണ്ട് കാണിക്കാമെന്നുള്ള കേട്ടോ. പാവം തീരെ വയ്യ, ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ നിർബന്ധിക്കുന്ന ഡോക്ടറെ കാണാൻ. അപ്പം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നന്നായിട്ട് വഴക്കൊക്കെ പറഞ്ഞു. ഞങ്ങൾ വേഗം പോയി മേടിക്കണം, വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, ന്യൂമോണിയ ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാണ് പിന്നെ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ മാങ്ങത്തൊടി ചെന്നിട്ട് ബസ് കയറി പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞി പട്ടിക്കുൾ, കുഞ്ഞല്ല, അവന് പ്രായമായത്, എന്നാലും ഭയങ്കര സ്നേഹമുള്ള ഡോഗാട്ടോ. അങ്ങനെ മാങ്ങത്തൊട്ടി വന്നിട്ട് ശേഷം അടുത്ത ബസ്സിൽ കയറി. ബസ്സിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് അവിടെ നിന്നുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. ശേഷം ഞാൻ രാജകുമാരിയിൽ നിന്ന് ബസ് കയറി. പിന്നെ കുറച്ച് എൻ്റെ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു.
അതിൻ്റെ മേളിലാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് നടന്നു പോകട്ടോ വീട്ടിലേക്ക്. നല്ല മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ വന്ന് കയറി. അപ്പോൾ ചാച്ചിമ്മ കുളിക്കാൻ കയറിയേക്കോ കേട്ടോ. അപ്പം ഞാൻ വേഗം വെണ്ടയ്ക്ക തോരൻ വെക്കാൻ തുടങ്ങുകയാണ്. അപ്പം വെണ്ടയ്ക്ക തോരൻ വെച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെണ്ടയ്ക്ക് തോരനൊക്കെ വെച്ച് പിന്നെ വേറൊരു സ്പെഷ്യൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മാലിമുളകും പിന്നെ ഉള്ളിയൊക്കെ വെച്ച് ഉടച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ശേഷം 4-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും ചാച്ചയമ്മയും പോകാനായിട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ ഒരു റിലേറ്റീവിന് വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഒന്ന് കയറി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 5 മണി ആയിട്ടുണ്ടായിരുന്നു. 4:50 ബസ്. അങ്ങനെ ബസ് അവിടെ ചെന്നപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഞാനും ചാച്ചമ്മയും പയ്യെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചാച്ചിയോട് പറഞ്ഞു, ചാച്ചിയമ്മയെ മാസ്ക് ഒക്കെ വെച്ചോ എന്ന് പറഞ്ഞ് ചാച്ചിയമ്മയ്ക്ക് മാസ്ക് കൊടുത്തു കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ മാസ്ക് ഒക്കെ വെച്ച് വേണം പോകാനായിട്ട്, കാരണം കൊറോണയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ സ്കൂളിൽ ബസ് പോയത്. ഞാൻ ഈ ബസ്സിനാണ് 10-ലും 9-ലൊക്കെ ഇവിടെ നിന്നാട്ടോ പഠിച്ചത്. അങ്ങനെ ആ ബസ്സിനാണ് പോയിക്കൊണ്ട് ഞങ്ങൾ വണ്ടി നോക്കി നിൽക്കണം കേട്ടോ. ബസ് നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞാനും ചാച്ചിയമ്മയോടെ നേരെ ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി. ഹോസ്പിറ്റലല്ല, വീട്ടിലാണ് ഡോക്ടർ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു. നമുക്ക് മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. പോകുന്നത് 8 മണിയാകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തിരക്കായിരുന്നേ. അപ്പോൾ ആ ചാച്ചിയമ്മ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മരുന്നും മേടിച്ച്, അപ്പോൾ എന്തായാലും മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ വൈകുന്നേരം കഴിക്കേണ്ട മരുന്നല്ലേ, മേടിച്ചിട്ട് പോവാം. മേടിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് കുരുള സിറ്റി വീട്ടിലേക്ക് പോവാം കേട്ടോ. ഞങ്ങൾ സിറ്റി കൂടി നടക്കും കേട്ടോ. അപ്പോൾ ഹായ്, ഞാനും ചാച്ചിയമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വന്നിട്ട്. അപ്പം പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. ചാച്ചിയമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമില്ല. ഡോക്ടർ 1 മാസത്തെ മരുന്ന് തന്നിട്ടുണ്ട്. ഈ കഫക്കെട്ട് കിടക്കുന്നതിൻ്റെയുള്ള ചെസ്റ്റ് പെയിനാണ്. പിന്നെ ചാച്ചിയമ്മയ്ക്ക് നടക്കുമ്പോഴൊക്കെ വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ 1 മാസത്തേക്കല്ല, ഒരാഴ്ചത്തേക്കുള്ള മരുന്നാണ് തന്നത്. അത് കഫക്കെട്ടിൻ്റെയൊക്കെയാണ്. അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ 1 മാസം കൂടെ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഒന്നുകൂടെ അപ്പോൾ ECG എടുക്കണം. ECG എടുത്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ എക്കോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാച്ചിയമ്മയ്ക്ക് ഇപ്പോൾ ഓക്കെ ആയി. ചുമയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രാത്രിയാകുമ്പോൾ തണുപ്പ് ആകുമ്പോഴത്തേക്കാണ് നല്ല ചുമയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ചാച്ചിയമ്മ ഇപ്പോൾ ഇച്ചിരി തല മുങ്ങിയപ്പോഴത്തേക്ക് തൊഴിലുറപ്പിന് പോയേക്കുക കേട്ടോ. അപ്പോൾ ചാച്ചിയമ്മ പോയി, വരും ഇപ്പം തന്നെ. അപ്പം വേറൊരാൾ രാവിലെ വിളിച്ചു കേട്ടോ. എന്താണെന്ന് ചോദിച്ചപ്പോൾ നല്ല പനി നമ്മുടെ ഏലിക്കുട്ടിയമ്മയ്ക്ക്. സൗണ്ടൊന്നും ഇല്ല, ഭയങ്കര പനി. അപ്പം ഞാനാണെങ്കിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ ചെന്നിട്ട് വേണം ഇനി ആശുപത്രി കൊണ്ടുപോകാൻ. അപ്പോൾ അവിടെ പോകാമെന്നും പറഞ്ഞിരിക്കുവാണ് കേട്ടോ അമ്മ. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അമ്മ അവിടെ പോയിട്ടുണ്ടാവും. എന്തായാലും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ആ മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേവമാതാവിൽ പോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറയും കേട്ടോ. അപ്പോൾ നല്ല ജലദോഷവും പനിയൊക്കെയാണ്. നല്ല വെയിലുണ്ടേ. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. പക്ഷെ നല്ല വെയിൽ. രാജുമാർ നമ്മൾ ബസ് കയറുന്നിടത്ത് വന്ന് നിന്നു. സെൻറ്റ് ജോസഫോ ബസ് അത് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ബസ്സിൽ കയറി. സെൻറ്റ് ജോസഫ് അല്ല കേട്ടോ, അലനായിരുന്നു ബസ്. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് കുറച്ച് നേരം എനിക്കിങ്ങനെ ബസ് കയറി വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റീല് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. കണ്ടിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടിയിലിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഏലിക്കുട്ടിയമ്മയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നമ്മളൊരു വിധമായി എങ്കിൽ പോലും നമുക്കത് സന്തോഷമാണ് കേട്ടോ. കാശ് കൊടുത്ത് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു അവസ്ഥയെ പറ്റിയില്ലെങ്കിൽ പോലും അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ബസ്സിൽ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ലോറി കുറേ നേരമായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പയ്യാണ് ബസ് പോയത്. എത്രയും വേഗം വീട്ടിലെത്തുക എന്നുള്ള ഒറ്റ ഒരു എയിം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി ശേഷം വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ കപ്പയും അമ്മയ്ക്ക് ബ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ടേ. അയ്യോ, അമ്മ ഹോസ്പിറ്റലിൽ പോയെന്ന് അറിഞ്ഞേ. നോക്കട്ടെ പോയി എങ്ങനെയുണ്ടെന്ന്. കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആരാ ഉറങ്ങുന്നേ? ഇതാരാ ഈ ഉറങ്ങുന്നേ? എന്താടാ, ഉറങ്ങിക്കോ. അപ്പോൾ അമ്മച്ചീൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നല്ല ക്ഷീണം, പനിക്കുന്നൊന്നും ഇല്ലായിരുന്നു, എങ്കിലും നല്ല കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ആശുപത്രി പോയി അമ്മ. അപ്പോൾ എന്തായാലും അത് കഴിക്കാൻ പറഞ്ഞു ഡോക്ടർ. കഴിച്ച് കുറഞ്ഞില്ലെങ്കിൽ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറവില്ലെങ്കിൽ നമുക്ക് മാതാവിലാണെങ്കിലും കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. അപ്പോൾ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നാളെ മുതൽ എനിക്ക് ജോലിക്ക് പിന്നെയും പോകാനുള്ളതാണ്. അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.